നമ്മുടെ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് വന്ന് പെയ്ത മഴ നമ്മൾ വിത്തെല്ലാം വിതയ്ക്കാനായിട്ട് റെഡിയാക്കി ഇട്ടതാണ്. അപ്പോൾ അത് വീണ്ടും നിരത്തിയിട്ട്, കാരണം മുള പൊട്ടി പാടെ നമ്മളതിനെ ഉടനെ അങ്ങ് നിരത്തി. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഉണ്ടോ, ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പം കണ്ടം ഒന്ന് പറ്റിയോ നമ്മളതിൻ്റെ ലെവലൊന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ കണ്ടം വരെ പോവുക. പോയിട്ട് അതിൻ്റെ പാകം നോക്കിയിട്ട് നമുക്ക് കാണാം എന്താണ് അവസ്ഥ. അപ്പം ആ കണ്ടത്തിലോട്ട് ചെല്ലുമ്പോൾ കുട്ടനാട് എങ്ങനെയാണ് ഈ കൃഷിക്ക് ഒരുങ്ങുന്ന സംഭവങ്ങളൊക്കെ കാണാനായിട്ട് നോക്കുക ഉണ്ടായിരിക്കുന്നതാണ്. അത് പയർ എല്ലാം പാകി നമ്മൾ റെഡിയാക്കി നിർത്തിയിരിക്കുക. ഇനി കളനാശിനി അടിക്ക് മുന്നേ നമ്മളത് കണ്ടത്തിൽ കൊണ്ടുപോയി. കണ്ടോ, പയറെല്ലാം റെഡിയായി. മേളിൽ കുക്കുംബർ, വിതയ്ക്കാനുള്ള ഡ്രം സീഡർ 2 എണ്ണം റെഡിയായി. എന്താ ഈ പാടും കെട്ടി ബാറ്റിങ്ങിന് ഇറങ്ങുന്ന കൃഷി നിൽക്കുക. ജൂലി, ഇത് എൻ്റെ കാവൽക്കാരിയാണ് ജൂലി. ജൂലി, നിങ്ങൾക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ലേ? ഓ, അങ്ങോട്ട് പോട്ടെ. ഇന്ന് വൃശ്ചികത്തിലെ ഏറ്റവും കൊള്ളുന്ന ദിവസമാണെന്നാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്ക് അറിവ് കിട്ടിയത്. കാരണം പല പാടശേഖരങ്ങളും കവിഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. എന്തായാലും നാളെ കൂടെ കാണുമെന്നാണ് പറഞ്ഞത്. രാവിലത്തെ ഏറ്റം കഴിഞ്ഞു, ഇപ്പോൾ അടുത്തത് വന്ന് ലോഡാകാൻ തുടങ്ങി. ഇങ്ങനെ വരുമ്പോൾ കണ്ടോ, ഇവിടെ എല്ലാം വെള്ളം വന്ന് കയറും. ഉണ്ടോ, ഇവിടെ കൊണ്ട് റോഡ് നിൽക്കുകയാണ്. വണ്ടി മാറ്റി വെക്കുന്നു, പോവുക. കണ്ടോ, അവിടെ വെള്ളം കരയ്ക്കോട്ട് കയറാൻ തുടങ്ങി. കണ്ടോ, ഇനിയിപ്പോൾ അത് കവിഞ്ഞ്. പണ്ട് ഞങ്ങളുടെ ഈ പാടത്തിന് ഈ കല്ലുകെട്ടില്ലാത്ത സമയത്ത് ഇത് കണ്ടോ കവിഞ്ഞൊഴുകുന്നതാണ്. കവിഞ്ഞല്ല, അതൊരു അള്ളയാണ്. ഏതായാലും കായലിലോട്ട് പോവുക, നമ്മൾ നോക്കട്ടെ. ഇതൊക്കെ ഇപ്പം വിതയ്ക്കേണ്ട സമയം കഴിഞ്ഞ് 2 ദിവസം അടുപ്പിച്ചുള്ള മഴ. എൻ്റെ പയറെല്ലാം കിളുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ വിതയുടെ ആ ഒരു ബഹളം ഒന്ന് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഈ പച്ചക്കറിയിലോട്ട് വീണ്ടും തിരിഞ്ഞ്. ഇവിടെ 3 ബഡ് കൂടി എനിക്ക് പിടിക്കാൻ കിടക്കുക. ഇത് ആൾക്കാർ നടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഇല അവരുടെ ദേഹത്ത് മുട്ടിയിട്ട് രാവിലെ അവരുടെയൊക്കെ ഈ ഡ്രസ്സൊക്കെ ഈ മഞ്ഞും വെള്ളം ഇരുന്നിട്ട് നനയുന്നു. അപ്പം ഞാൻ പകുതി വരെ ആയുള്ളൂ അതിനെ വലിച്ചു കെട്ടി. ഇനി ഇടയ്ക്ക് ഓരോ ഓലയും കൂടെ നാട്ടി ഇതിനൊന്ന് കുറച്ചുകൂടെ ഒന്ന് മാറ്റി നിർത്തണം. ഇത്രയും വലിയ ഇലയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 2 പേരാണ്ട് അപ്പുറം ഇരിക്കുന്നത്. അവിടെ നോക്കാൻ പോവാ പാകമായൊന്ന് കുഞ്ഞാമ്പളോക്ക് അവിടെ. നമ്മൾ ഡ്രമ്മിനല്ലേ ഇടുന്നത്, അത് കാരണം വെള്ളം എൻ്റെ ഒരു അതൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് വെച്ചാ. എല്ലാവരും ഈ വൈകിട്ടത്തെ മഴ കാരണം ഇങ്ങനെ ചവിട്ടി നിൽക്കുക. ഇന്നിപ്പോൾ ഒരാൾ കണ്ട് ഈ കള ഇത്രയും സ്ഥലം വിതച്ചിട്ടുണ്ട്. കുറച്ച് ദൂരം നടക്കണം. ഈ കൃഷിയിൽ നിന്നുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് എനർജിയായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ടെൻഷനില്ല, ആരുടെയും വഴക്ക് പറച്ചിലുകളോ ദേഷ്യങ്ങളോ. ദേഷ്യപ്പെടുവാണെങ്കിൽ സ്വന്തം ഭാര്യ മാത്രം. കാരണം അവരുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം നോക്കാതെ ഇങ്ങനെ കൂടുതൽ നടക്കുമ്പം ചീത്തവിളി അവിടുന്ന് നല്ലപോലെ കിട്ടാറുണ്ട്. പിന്നെയും ഇങ്ങനെ സോപ്പിട്ടൊക്കെ അങ്ങ് പോവുക. വെള്ളം വന്ന് ലോഡായിക്കൊണ്ടിരിക്കുന്നു. ഇതെൻ്റെ ഒരു ഫീൽഡാണ്. അതും ഡ്രമ്മ് ചെയ്യാനുള്ള. ഇവിടെയും പച്ചക്കറി ചെയ്യണം, അതിനുവേണ്ടി ഇട്ടതാ. സമയം കിട്ടിയില്ല. ഇനി വെള്ളം പറ്റിയിട്ട് ഇവിടെ കൂടെ ഒരു ബഡ് റെഡിയാക്കി
ഇവിടെ പാവൽ ചെയ്യാനായിട്ട്. ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെയാണ്. അവന് അർക്കമംഗലം എന്ന് പറഞ്ഞൊരു പയറാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത്. അത് കണ്ട് കാഫലം കഴിഞ്ഞ് കപ്പയിട്ടിരിക്കുന്നു. ഇത് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഇതിനെ വികസിപ്പിച്ചെടുത്ത അഞ്ചിത എന്ന് പറയുന്ന വെണ്ടയാണ്. ഇത് ഏതാണ്ട് അതും ഏതാണ്ട് അതിൻ്റെ ഈൽഡെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വെട്ടി നിർത്തിയിരിക്കുക. ചിലപ്പോൾ ഉണ്ടാവും. ഇവിടെ സമൃദ്ധമായ സൂര്യപ്രകാശം ഉള്ളതുകൊണ്ടേ നല്ല രീതിയിൽ ഫലങ്ങൾ നമുക്ക് കിട്ടും. വെള്ളം ഏറ്റം കയറാൻ തുടങ്ങി. ഇതുണ്ട്, അതിൽ കവിഞ്ഞ് കയറുന്നുണ്ട്. ആ പാടശേഖരത്തിലേക്ക് വെള്ളം കവിഞ്ഞ് കയറുന്നുണ്ട്. ഇതിനിയും പൊങ്ങും. കാരണം ഏറ്റവും കൂടുതലായ മോട്ടറുകളെല്ലാം നിർത്തിയിട്ടിരിക്കുക. 2 ദിവസത്തോടെ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം എൻ്റെ ആ ഫീൽഡ് നോക്കാൻ പോവുക. ചെറിയ വള്ളങ്ങൾ. ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ, നമ്മുടെ മോട്ടോർ ഡ്രൈവർ ബൈജേട്ടൻ്റെ വള്ളമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ മീൻ പിടിക്കാൻ ഒരു ഇതിനകത്ത് കണ്ടില്ലായിരുന്നു. ആണ് ഞങ്ങളുടെ മുട്ടുംപുറം മോട്ടർ തറ. വെള്ളത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് ഈ ഒലിപ്പ് നിൽക്കുന്നത്. കണ്ടോ, ഇത്രയും വാട്ടർ ലെവൽ നിന്ന് കഴിഞ്ഞാൽ പമ്പിങ് നമുക്ക് നടക്കത്തില്ല. ഇതാണ് ഞങ്ങളുടെ RIDF ഞങ്ങൾക്ക് കിട്ടിയ കല്ല് കെട്ട്. കണ്ട റാമ്പുകൾ വേറെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെരുപ്പ് നമ്മൾ എടുക്കുന്നില്ല. ചെരുപ്പ് എടുക്കാൻ പറ്റത്തില്ല. ചെരുപ്പിടാതെ വേണം പോകാൻ. കൃഷി ആയി കഴിയുമ്പം കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ പോയാൽ നമുക്ക് ഇടയ്ക്ക് നീന്തേണ്ടി വരും. അവിടെ ഒരു മോട്ടോർ ജാലുണ്ട്, അത് നീന്തി കയറാം. ആ പൊക്കമൊക്കെ വിത കഴിഞ്ഞിട്ട് അവിടെ ഒരു നീല കണ്ടോ, നീല ഒരു പടുത കണ്ടില്ലേ, അതെൻ്റെ ഇന്നലെ വിത കഴിഞ്ഞ ഫ്ലോട്ടാണ്. അവിടെ നീല എന്ന് പറഞ്ഞാൽ വല വലിച്ചിരിക്കുക, പയറിന് പന്തലിട്ടിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതാണ് മുട്ടുംപുറം എന്ന് പറയുന്ന സ്ഥലം. ഇതുണ്ട്, ഇവിടെ വിതച്ചത് ഓരോരുത്തരുടെ വിശ്വാസം. കുരിശൊക്കെ വരച്ചിട്ടിരിക്കുന്നതുണ്ട്. ഈ വെള്ളത്തിലാണ് വിതച്ചിരിക്കുന്നത്. വെള്ളത്തിൽ വിതച്ച് കഴിഞ്ഞാൽ ഈ വിത്ത് നമ്മൾ മാക്സിമം 2-3 ദിവസത്തിനുള്ളിൽ വെള്ളം പറ്റി കിട്ടണം. പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ കൃഷിക്കാരന് വീണ്ടും വിത്ത് ഉണ്ടാക്കേണ്ടി വരും. ഇവിടെ വിത്ത് കിടപ്പുണ്ട്. കണ്ടോ, പൊക്കമായതുകൊണ്ട് മാത്രം. എന്നാ നല്ല കാറ്റാണെന്നറിയാം. ഉച്ച കഴിഞ്ഞൊരു 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം ഇതിലൂടെ നടന്നാലും ജോലി ചെയ്താലും ശരീരം ഒരിക്കലും ക്ഷീണിക്കത്തില്ല. കണ്ടോ, നല്ല കാറ്റ്. നീർക്കാക്കകൾ ഇരിക്കുന്നുണ്ട്. ഈ നീർക്കാക്കകളാണ് ഏറ്റവും കൂടുതൽ ഈ മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുന്നത്. ഒരു നീർക്കാക്ക ഒരു ദിവസം എൻ്റെ 750 ഗ്രാമോളം മത്സ്യം കഴിക്കും.